ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഭിന്നസംഖ്യകൾ പ്രധാനമായും രണ്ട് വിധം: സാധാരണ ഭിന്നവും വിഷമ ഭിന്നവും, പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അതിൽ വിഷമ ഭിന്നത്തിൻ്റെ മറ്റൊരു രൂപത്തെ പറയുന്ന പേരാണ് മിശ്ര ഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ. അതായത് 7/3 എന്നത് നമുക്കറിയാം ഒരു വിഷമ ഭിന്നമാണ്. ഇവിടെ 7നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 3 6, 7 6 കുറച്ചാൽ 1 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ സംഖ്യയെ നമുക്ക് ഇങ്ങനെ എഴുതാം: മുകളിൽ കിട്ടിയ ഇതിൻ്റെ ഗുണോത്തരം ആദ്യമായിട്ടും താഴെയുള്ള 1 മുകളിലും ഈ 3നെ താഴെയും എഴുതാം. അപ്പോൾ 7/3നെ നമുക്ക് 2/1/3 എന്നും എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ ഇതിനെ വിഷമഭിന്നം എന്നും അതിനെ ഈ രീതിയിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഇതിനെ മിശ്രഭിന്നം എന്നും പറയാം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം വിഷമഭിന്നം തന്നെയാണ് എന്ത് എന്ന് പറയുന്നതും മിശ്രഭിന്നം എന്നും പറയുന്നത്. അപ്പോൾ വിഷമഭിന്നത്തിൻ്റെ മറ്റൊരു രൂപമാണ് മിശ്രഭിന്നം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചോദിക്കാം, എന്തൊക്കെ ചേർന്നതാണ് മിശ്രഭിന്നം എന്ന് ചോദിച്ചാൽ, ഒരു പൂർണ്ണസംഖ്യയും അല്ലെങ്കിൽ ഒരു ഇൻറ്റിജറും ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്ന രൂപമാണ് മിശ്രഭിന്നം. ഏതൊരു വിഷമഭിന്നത്തിനെയും നമുക്ക് മിശ്രഭിന്നമാക്കി മാറ്റാം, ഏതൊരു മിശ്രഭിന്നത്തെയും നമുക്ക് വിഷമഭിന്നമാക്കിയിട്ടും മാറ്റാം. അപ്പോൾ എന്താണ് വിഷമഭിന്നം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നം. സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ മുകളിലുള്ള സംഖ്യ ചെറുതും താഴെയുള്ള സംഖ്യ വലുതുമായിട്ടുള്ള ഭിന്നസംഖ്യകളെ പറയുന്ന പേരാണ് സാധാരണ ഭിന്നം. അപ്പോൾ എന്താണ് മിശ്രഭിന്നം എന്ന് ചോദിച്ചാൽ ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ് മിശ്രഭിന്നം. ഓക്കെ, ഇനി എക്സാമിന് ചോദിച്ച ഒരു ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്: മിശ്രഭിന്നത്തിൻ്റെ ഇടയിലുള്ള ചിഹ്നം ഏത്? ഈ മിശ്രഭിന്നത്തിൻ്റെ ഇടയിലുള്ള ചിഹ്നം ഏത്? പെട്ടെന്ന് നമ്മൾ മനസ്സ് തോന്നിപ്പോവുക ഇവിടെ ചിഹ്നം ഗുണനം എന്നാണ്. എന്നാൽ മിശ്രഭിന്നത്തിൻ്റെ ഇടയിലുള്ള ചിഹ്നം ഗുണനം എന്നല്ല, പ്ലസ് എന്നാണ്. 2 + 1/3 ആണ് 2/1/3. 7 + 5/4 എന്നത് 7/5/4 ആണ്. 3 + 1/2 എന്നത് 3/1/2 ആണ്. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: വിഷമഭിന്നത്തിൻ്റെ മറ്റൊരു രൂപമാണ് മിശ്രഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ. എന്തൊക്കെ ചേർന്നതാണ് മിശ്രഭിന്നം എന്ന് ചോദിച്ചാൽ, ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ് മിശ്രഭിന്നം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചത് ഒരു മിശ്രഭിന്നത്തിൻ്റെ ഇടയിലുള്ള ചിഹ്നം എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും എന്നാണ്. ഇനി നമുക്കതിലെ കണക്കുകളൊന്ന് പരിചയപ്പെടാം.